ഒളിയമ്പുകൾ കൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയോ? അതല്ലെങ്കിൽ KM ഷാജി എന്ന് പറയുന്ന ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത എന്നോടുള്ള പകയോ? അതാണോ ചെയ്യേണ്ടത്? ഞാൻ പാണക്കാട് തങ്ങളെ അന്യായമായി സംസാരിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, പകയും കലിപ്പും വെറുപ്പും നാവിൽ വച്ചല്ല, പണ്ഡിതരായാലും വേഷമുള്ളവരായാലും സംസാരിക്കേണ്ടത്. ഒരു പണ്ഡിതൻ വരേണ്ടത് പാണ്ഡിത്യത്തിന്റെ ഗരിമയിലാണ്. അല്ലാതെ ഓഫീസിലെ ക്ലർക്കായ പിന്നെ മൂത്താല് അവിടുത്തെ ഹെഡാവും, അല്ലാണ്ട് പണ്ഡിതനാവൂല. ഓഫീസിലെ ക്ലർക്ക് തന്നിട്ട് എന്നിട്ട് ആക്ഷേപിക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നിങ്ങൾ ആരും CPM ആയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ CPM-ന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ആവരുത് എന്നാണ്. ഇതെന്താ അറിയങ്ങള്? ഞാനൊരു പടക്കെറിഞ്ഞതാണ്. ഓരോന്ന് പുറത്തിറങ്ങി തുടങ്ങി. വലിയ മൂർച്ചുള്ള മൂർഖന്മാരി പിറ്റിയെന്ന് തന്നെ പുറത്തു ചാടി. ബാക്കിയുള്ള കുറെ എണ്ണം മുതലക്കുളത്തും പുറത്തു ചാടി. ഒരു കാര്യം ഞാൻ പറയാം, സമുദായത്തിനിടയിൽ നിന്ന് NDF-നെ പുകച്ചിട്ട് പുറത്ത് ചാടിച്ചിട്ടുണ്ട് ഞങ്ങൾ. എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിപ്പിച്ചിട്ടേ ഇത് നിർത്തും. പിന്നെ പറയാണ് നഷ്ടം വരികയാണ്. സൂക്ഷിക്കണം കേട്ടോ ഷാജി, എനിക്കൊരു ചുക്കില്ല. അറിയങ്ങള്, ഞാനുണ്ട് വോട്ടും കൂട്ടൊന്നും കാട്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ പറ്റൂല. അതിന് ഇതേ തൂക്കും വലിപ്പക്കുള്ള ആൾ എവിടെങ്കിലും കിട്ടുമെങ്കിൽ പോയിക്കോ, പേടിപ്പിച്ചോ. ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം MLA ആവലും മന്ത്രി ആവലും എന്നൊക്കെ വിചാരിക്കണ അങ്ങ് വളാഞ്ചേരിക്കാരനുണ്ട്, ഓനെ പോയി പേടിപ്പിച്ചോ. KM ഷാജിയെ പേടിപ്പിക്കാൻ വരരുത്. പറയേണ്ട കാര്യം പറഞ്ഞിട്ടല്ലാതെ. ഇനി അഥവാ സാലിഹിനോ സംഘാടകർക്കോ വിഷമുണ്ടെങ്കിൽ മൈക്കിന്റെ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോകൂ. മുസ്ലിം ലീഗിന്റെ വേദിയിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് നിർവഹിക്കാതെ ആരെങ്കിലും കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്നിടത്ത് നിർത്തിയിട്ട് പോവില്ല. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റാണ്, ഞങ്ങളുടെ നായകനാണ്, ഞങ്ങളുടെ അമരക്കാരനാണ്. അദ്ദേഹത്തിന്റെ കീഴിലെ കുറെ സെക്രട്ടറിമാരൊരാളാണ് ഞാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ തങ്ങളെ മേത്ത് കൈവച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യം തങ്ങളല്ല, നിങ്ങൾക്കറിയാം. ആ തങ്ങളൊരു വിളക്കാണ്, അതിൽ തിരികത്തുന്ന വലിയൊരു ശൃംഖലയുണ്ട്. അത് ഈ നാട്ടിലെ പണ്ഡിത സഭ അടക്കമുള്ളതാണ്. ഈ നാട്ടിലെ പള്ളികളും മദ്രസകളുമാണ്. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കാണ് ലക്ഷ്യം. അത് തിരിച്ചറിയാത്തവരല്ല ഞങ്ങൾ എന്ന് ഞാൻ സ്നേഹപൂർവം പറയാണ്.